നമസ്കാരം. സഖാവ് വി എസ് വിടവാങ്ങിയതിനു ശേഷം വലതുപക്ഷ മാധ്യമങ്ങളാകെ ഇവിടെ ഒരു പ്രചരണം നടത്തുകയുണ്ടായി. അവസാനത്തെ കമ്മ്യൂണിസ്റ്റും ഈ കേരളത്തിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള നിലയിൽ വി എസ് എന്ന പോരാളി ഈ കേരള മണ്ണിൽ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അതിവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു വി എസിന്റെ പോരാട്ട ചരിത്രം ആരംഭിക്കുന്നത്. പിന്നീട് ഇന്ത്യയിൽ തലയെടുപ്പുള്ള ഒരു നേതാവായി ഇത്രയും സമര പാരമ്പര്യമുള്ള ഒരു നേതാവിനെ കാണിച്ചു തരാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും കഴിയാതെ വരുന്നത് അതുകൊണ്ടാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇതുപോലുള്ള ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള നേതാക്കന്മാർ കാണുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. അതാണ് വി എസിന്റെ പാരമ്പര്യം. വി എസിനെ ജനഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുന്നതിന്റെ കാര്യം ഈ ഒരു ത്യാഗസന്നദ്ധതയും അതുപോലെ തന്നെ പ്രസ്ഥാനത്തോടുള്ള കൂറും തന്നെയാണ്. 64 പാർട്ടി പിളർന്നപ്പോൾ ആ CPM-നോടൊപ്പം നിന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സഖാവ് വി എസ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന സഖാക്കന്മാരിൽ വി എസ് ആയിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. ആ വി എസിനെ കുറിച്ച് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ പല കെട്ടുകഥകളും മറ്റുമായി ഇറങ്ങിയിരിക്കുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ താറടിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും താറടിക്കുന്നതിന് വേണ്ടി പല വിക്രിയകളും നടത്തിയിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ വി എസിനെ പുകഴ്ത്തിപ്പാടിക്കൊണ്ട് നടക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ. പണ്ട് വി എസിനോട് ഒരു ചോദ്യം ചോദിച്ചത് നമുക്ക് ഓർമ്മയിൽ കാണും. അത് മറ്റാരുമല്ല, ഒരു മാധ്യമ പ്രവർത്തകനായിരുന്ന ഒരു ആളാണ് വി എസിനോട് വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തലക്കടി കിട്ടിയതുപോലെ ഇരിക്കുന്നത്. ഗോപി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങൾ ചോദിച്ച് വി എസിന്റെ വായിൽ നിന്ന് തന്നെ കേട്ടത്. ഇപ്പോൾ വി എസിനെ പുകഴ്ത്തിപ്പാടുന്ന ഈ വലതുപക്ഷ മാധ്യമങ്ങൾ വി എസിനോടുകൂടി അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും മരിച്ചു എന്നുള്ള നിലയിൽ മനോരമ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരും വലതുപക്ഷ മാധ്യമങ്ങളാകെ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു വാക്കാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റും ഈ ഭൂമിയിൽ നിന്ന് അസ്തമിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത്. അത് പ്രസ്ഥാനം നശിച്ചു കാണുന്നതിനും ഈ പ്രസ്ഥാനം ഇവിടെ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും പാവപ്പെട്ടവന്റെയും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണിത്. അപ്പോഴാണ് നമുക്ക് ആ പഴയ വീഡിയോ ഓർമ്മ വരുന്നത്. ഗോപി കൃഷ്ണനുമായിട്ടുള്ള ആ അഭിമുഖത്തിൽ അന്ന് ജീവിച്ചിരുന്നപ്പോൾ പാർട്ടിയിൽ ശക്തനായിരുന്ന നേതാവായിരുന്നു വി എസ്. വി എസ് കാഴ്ചവെച്ച പ്രകടനങ്ങളെല്ലാം ഈ കേരളീയ സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും വളരെ ഐതിഹാസികമായ ചരിത്രത്താളുകളിൽ എഴുതി വെക്കപ്പെട്ട, തങ്കലിപികളാൽ എഴുതി വെക്കപ്പെട്ട ഒരുപാട് സമര പോരാട്ടങ്ങളുള്ള ഒരു നേതാവാണ് വി എസ്. ആ വി എസിനെ കുറിച്ച് അന്ന് ജീവിച്ചിരുന്നപ്പോൾ ഈ പ്രസ്ഥാനത്തിനെയും വി എസിനെയും താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഗോപി കൃഷ്ണൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടായി. നമുക്ക് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. വി എസിന് പ്രായമായി, അതുകൊണ്ട് പ്രായത്തിന്റെ ചാഞ്ചല്യമാകാം ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഒരു നിഗമനം. 2, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മന്ത്രിസഭ മാറ്റം, ഒരു സർക്കാർ വീഴുന്നു, പുതിയ മന്ത്രിസഭ വരുന്നു, അതിൽ വി എസിന് പുതിയ സ്ഥാനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്ന് ചിലർ പറയുന്നു. പാർട്ടിയുമായി സമരസപ്പെട്ടു പോയാൽ PBയിലേക്ക് വീണ്ടും കയറിപ്പറ്റാൻ സാധിക്കും എന്ന താല്പര്യം വി എസിനുണ്ട് എന്നെല്ലാം പറയുന്നു. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വ്യാഖ്യാനങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് എന്ത് മറുപടി? ഇത്തരത്തിൽ പ്രചരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് അനുരോധമായി ചിന്തിക്കുക എന്നുള്ളയാള് തന്നെ ഇതിൽ പക്ഷം ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് എന്റെ ആക്ഷേപം. കാരണം ഞാനൊരു അവസരവാദിയായിട്ടാണ് നിങ്ങളിപ്പോ എന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവസരവാദിയിൽ നിന്ന് നിങ്ങളെന്ത് പ്രതീക്ഷിക്കാൻ? ആ അവസരവാദിയെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്നത് എഴുതിക്കോളൂ.
എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പുറത്തു പറയും നിങ്ങളെപ്പറ്റി. അത് തന്നെ അല്ലെങ്കിൽ ഒരു അവസരവാദിയുടെ ചോദ്യമല്ലെങ്കിൽ ഇതെന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? ഓരോന്നിനെ സംബന്ധിച്ച് സ്ഫുടമായും വ്യക്തമായും വിശദമായി ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. എന്നിട്ടും പിന്നെ നിങ്ങളെടുത്ത് ചോദിക്കുന്നതിന്റെ അർത്ഥം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അവസരവാദിയെ പോലെ ശത്രുക്കളുടെ മുമ്പിൽ കീഴടങ്ങി എന്നുള്ള നിലയിൽ ഉള്ള വ്യാഖ്യാനം നടത്താനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ഘടനയിൽ നിങ്ങളെ പെടുത്താനേ കഴിയില്ല. തികച്ചും ഞാൻ പറയുന്നത് ക്ഷമിക്കണം, വഞ്ചകനായ ഒരാളായിട്ടല്ലാതെ അങ്ങനെയുള്ള ചോദ്യം എടുക്കാൻ കഴിയില്ല. വസ്തുതകളെല്ലാം ഓരോന്നോരോന്നായി ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വീണ്ടും ആർക്കോ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെട്ടുകൂടല്ലോ എന്നുള്ള അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ടാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. VS രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന കാലത്താണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള ഈ പ്രവർത്തനവുമായി മാധ്യമങ്ങൾ ഉണ്ടായിരുന്നത്. ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടിരുന്ന സത്യസന്ധമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സഖാവിനെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നുള്ളത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ്. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആ സഖാവിനെതിരെ, അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണോ ഉന്നയിക്കുന്നത് അതേ നിലയിൽ തന്നെയായിരുന്നു VS-നെയും അന്ന് ആക്രമിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ VS ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്കെതിരായിട്ട് മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. VS ജീവിച്ചിരുന്ന സമയത്ത്, VS മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ മരിച്ചതിന് ശേഷം ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും പോയി എന്ന് പറയുന്ന ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ ഇടതുപക്ഷ പ്രവർത്തകരോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച VS-ന് പ്രത്യേകിച്ചും മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു അന്ന്. അത് കൃത്യമായിട്ട് തന്നെ VS അവിടെ പറയുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് ആ വീഡിയോയിൽ നമ്മൾ കണ്ടത്.